പോയി കിടക്കുക. ഞാൻ എത്ര നേരം വിളിക്കുന്നത്. ഞാൻ അവിടെ വലിയൊരു പ്രശ്നത്തിലാണ്. ബെന്നിച്ചൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. കഴിവേട്ടവനായിട്ടുള്ള ഒരു പ്രസ്താവന ഇവിടെ നടന്നുണ്ട്. അത് മാറ്റി കൊടുക്കണം. നിനക്ക് നല്ല കഴിവുണ്ടെന്നുള്ളത് നീ കാണിച്ചു കൊടുക്കണ, തെളിയിക്കണ. ഞങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ഞാൻ വേറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ റീൽസിലൊക്കെ വലിയ താരങ്ങളായി. ചിക്കൻ മസാലയാണ് തോന്നുന്നു. ചിക്കൻ മസാലകളും മതിയിടാ. തൽക്കാലം ചെറിയൊരു മസാല കിട്ടിയാൽ മതി. ശേ, അമ്മ വന്നത് കൊള്ളത്തില്ല കേട്ടാ. മാസിൽ വരാൻ പറഞ്ഞിട്ട് ഒരുമാതിരി ശ്രീനിവാസൻ മറ്റേ അതുപോലെ ഉണ്ട് ഇത് കാണുമ്പോ. എന്താണ് സൗണ്ട് കേട്ട്? നീ കൊണ്ട് കൊടുത്ത് നിനക്ക് നിന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. എവിടെ പോവാന്നെങ്കിൽ പറഞ്ഞിട്ട് പോ. ഞാൻ പറഞ്ഞില്ലേ പോയിട്ട് വരാന്ന്. എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ട് പോയാ എന്താ കുഴപ്പം? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാ വന്നിട്ട്. അത് ശരിയാവില്ല. എന്നോട് പറയണ്ട എവിടെയും പോവാൻ ഞാൻ സമ്മതിക്കൂല. നീ ഇത് വെറുതെ എന്തോന്നിത്? സർപ്രൈസ് ഇഷ്ടമാണോ മോളൂസിന്? ആ, എങ്കിലേ ഒരു നല്ല കിടിലൻ സർപ്രൈസിന് വേണ്ടി റെഡി ആയിരുന്നു. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. എന്തൊരു ചെരിവ്! ആഹാ, ഈശ്വര, ഭ്രാന്തായോ? അവൾക്ക് ഭ്രാന്താണെന്ന് അമ്മായിയമ്മ തിരിച്ചറിയും. ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും. അമ്മേ, അമ്മ എഴുന്നേൽട്ടെ. എന്താടാ അമ്മ എഴുന്നേൽക്ക്. ഈ ചെറുക്ക്? അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഇതെന്താ കാര്യം? ഞാനേ ഒരു സംഭവത്തിന് പോവാ. എന്ത് കാര്യത്തിന്? ഞാൻ പോയിട്ട് വരുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവും. നീ കാര്യം പറഞ്ഞിട്ട് പോടെ ചേർക്ക. കാര്യം സർപ്രൈസ് ഇഷ്ടമാണോ അമ്മയ്ക്ക്? ഇതെന്താ നടനാകാൻ പോകുന്നു? ഞാൻ പണ്ടേ ഒരു നടനാണല്ലോ. അമ്മയ്ക്ക് അറിയതല്ലേ, ഇരുപാടി കൊണ്ടും പുലാടി കൊണ്ടും ബിരിയാണി വെച്ചാണ്. പിന്നെ എന്തും സംഭവിക്കും. ഞാനേ പോയിട്ട് ഒരു സർപ്രൈസുമായിട്ട് വരാം. ഓക്കെ, അതുവരെ ഇവിടെ ത്രില്ലടിച്ച് എക്സൈറ്റ്മെന്റിലിരിക്കണം. ഓടെ ചിരിക്കമ്മ. ടാറ്റ, ബൈ. എന്നാലും എന്ത് സർപ്രൈസ് ആയിരിക്കും? ആ, വരുമല്ലോ, ഇപ്പൊ കാണാം. പോവാടാ. ഇത്ര കാലം കൊണ്ടു കിടന്നാ നിന്നെ ശരിക്കും മിസ് ചെയ്യും. പക്ഷെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചിലത് പോവും, ചിലത് വരും. എന്തൊക്കെ വന്നാലും പോയാലും ശരി, നിന്നെ ഒരിക്കലും മറക്കൂല. എൻ്റെ കൂടെ ഞാൻ കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഐ മിസ് യു. പോവാ. പാണ്ടാറാണ് ഞാൻ. കുറെ നേരമായി ഫോൺ എടുക്കത്തില്ല. എന്നെ ചെയ്യുന്ന ഓരോ പോസ്റ്റ് എന്തെന്നുള്ളു. മിസ്റ്റർ ബെന്നി, ഇത് എവിടെയായിരുന്നടാ? വല്ലാതെ ആ, ഇനിയെങ്കിലും ഒന്ന് പറയാമോ എങ്ങോട്ടാ പോകുന്നതെന്ന്? അത് നമ്മളൊന്നൊരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്നു. യെസ്, വണ്ടി എടുക്കാനാ? ആ, അല്ല, അപ്പൊ കാശൊക്കെ ഒരു വലിയ കഥയാണ്. ഞാനത് ഷോർട്ടാക്കി പറഞ്ഞുതരാം. ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. അവന് കുറച്ചൊരു ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങൾ ബിസിനസ്സിൽ വന്ന സമയത്ത് ഞാൻ അവന് കുറച്ച് ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകാശ് അവൻ്റെ ബിസിനസ്സൊക്കെ മെച്ചം വന്നപ്പം അവൻ തിരിച്ചു തന്നു. പിന്നെ ആകാശ് കിട്ടിയപ്പം ഞാൻ നമ്മുടെ ഇതും കൂടെ കൂട്ടിയിട്ടേ കൊടുത്തിട്ടൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അടിപൊളിയല്ലേ? നന്നായി. അതാണ്, നമ്മൾ സമയമാവുന്ന സമയത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്? നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും? കഴിവില്ലാത്തവണെന്നല്ലേ എന്ന് വിചാരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി മുതലുള്ള യാത്ര പുതിയ വണ്ടിയിലായിരിക്കും. വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുക. സസ്പെൻസ് അല്ലല്ലോ ഇതൊന്നും. പുതിയ വണ്ടി വരുന്നത് ഞെട്ടിപ്പിക്കും ഞാൻ. പോവാ നമുക്ക്. എന്നാലും അങ്ങനെ വരാൻ വഴിയുണ്ടോ? എനിക്ക് പട്ടുസാരി വാങ്ങിച്ചു തരാതെ അമ്മയ്ക്ക് സെറ്റ് സാരി വാങ്ങിച്ചെന്നാലുണ്ടാകുന്ന അവസ്ഥ അവൻ അറിയാവുന്നതുകൊണ്ട് അത് അവൻ ചെയ്യില്ല. എന്നാ അടുക്കളയിലേക്ക് ഫ്രിഡ്ജ്? അല്ല, ഫ്രിഡ്ജ് ഇപ്പൊ ഉണ്ടല്ലോ. എനിക്ക് പഴയതാ.
12 Pro ആയിരിക്കും. എന്നാ എനിക്ക് 13 Pro ആയിരിക്കും മേടിക്കുന്നത്. പിന്നെ 13 Pro കിട്ടിയിട്ട് അമ്മ എന്നാ ഉണ്ടാക്കാനാ? എന്തേലും അറിയോ അതിന്റെ ഉപയോഗിക്കാൻ? എല്ലാവരും ഉപയോഗിച്ച് തന്നെ പഠിക്കുന്നത്. ഞാനും അങ്ങനെ ഉപയോഗിച്ച് പഠിച്ചോളാം. ഇത് അതൊന്നും ആയിരിക്കാൻ വഴിയില്ല. പുതിയ വാഷിംഗ് മെഷീൻ ആയിരിക്കുമോ? ഏയ്, സെൻട്രലൈസ്ഡ് AC ആക്കാനുള്ള പ്ലാൻ ആയിരിക്കോ? TV, ഐപാഡ്, മിക്സി, എനിക്ക് ഡയമണ്ടിന്റെ മൂക്കുത്തി, നിലവിളക്ക്, ഗോൾഡിന്റെ പാസരം, ഗുരുവായൂരപ്പന്റെ ഫോട്ടോ. ബ്രോ ഡിസ്നി ബ്രോ എന്തെല്ലാം മച്ചാ. സുഖം. ബാംഗ്ലൂർ വിട്ടേച്ചിട്ട് ഒരു വിവരമില്ലല്ലോ. ഞാൻ പിന്നെ പണ്ടേ അങ്ങനെയല്ലേ, സൈലന്റ് കില്ലർ ആണ്. അതെ അതെ അതെ, പൊളിച്ചടക്കാറ്. പിന്നെ എന്ത് ചോദിക്കാം. അടിപൊളി. ഇത് എന്റെ ഫ്രണ്ടാണ് ബെന്നി പറഞ്ഞില്ല. ഡിസ്നി പോൾ. കൊള്ളാം. ഓക്കെ. സോ എന്തൊക്കെയാണ് വിശേഷം? ഇവിടെ എങ്ങനെയാണ് വൈബ്? ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിമുട്ടി പോണു. ആ ബാംഗ്ലൂർ വരില്ല. എവിടെടാ, കൊറേ ആയാലും വന്നിട്ട്. അത് ശരിയാ. എന്തൊക്കെയാണ് നിന്റെ, നീ എവിടെയൊക്കെ പറന്ന് നടക്കാണ്? ബിസിനസ്സിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. അതൊന്നും ചോദിക്കണ്ടല്ലോ. ബാംഗ്ലൂർ അല്ലേ, ചിൽ മൂഡ്. പറന്ന് നടക്ക് ഒരു ദിവസം. ഞാൻ ഇറങ്ങാം, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ഇറങ്ങാം. അപ്പം നമുക്ക് അടുത്ത മീറ്റിംഗ് ഗംഭീരമാക്കാം. തീർച്ചയായിട്ടും. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ ബിസിനസിന്റെ വണ്ടിയുടെ വില ആരോടും പറയരുത്, പ്രത്യേകിച്ചും ഫ്രണ്ട്സുകൾക്കിടയിൽ മാത്രം. ഞാൻ നമ്മളൊരു ഇച്ചിരി റേറ്റ്, മനസ്സിലായോ? പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. സോ അല്ല, അതാണല്ലോ ഫ്രണ്ട്ഷിപ്പ്. ഇവരും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കഥയാണ്. നമുക്കത് പിന്നീട് ഇരുന്നങ്ങോട്ട് വിശദീകരിക്കാം. അടുത്ത നമ്മൾ സെറ്റ് ആയിട്ട് ഇരിക്കുമ്പോ അപ്പോ അപ്പം താങ്ക് യു സോ മച്ച്. ഞാനിത് പൊന്നു പോലെ തന്നെ കൊണ്ടു നടക്കുന്നു, എന്റെ കൈ തന്നതിനെ കൊണ്ട്. മറ്റേ വണ്ടി ഞാൻ അവിടെ പാർക്ക് ചെയ്തു, നീ പോകുമ്പോൾ എടുത്ത് പോകില്ല. ഓക്കെ, പുറത്തുള്ളത് പുറത്തുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ താക്കോല് വണ്ടിയിലുണ്ടോ? സെറ്റ്. ആ വണ്ടി കിട്ടുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പൊ ഞാൻ എടുത്തോളാം. ഓക്കെ ഡൺ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഡാ. അപ്പൊ വണ്ടിയായിട്ട് ഇടയ്ക്ക് ബാംഗ്ലൂർ ഞാൻ ഇറങ്ങാം, ഞാൻ ഉറപ്പായിട്ട് നമുക്ക് മീറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ വീണ്ടും കാണാം. ശരി ശരി, ബൈ ബൈ. ഓക്കെ ഓക്കെ, അപ്പൊ സെറ്റായിട്ടിരിക്കുമ്പോ കാണാം. ഓക്കെ, ബൈ. ശരി ശരി, ബൈ ഡിസ്നി. വണ്ടി നോക്കിക്കണം, പുതിയ എടുക്കണായിട്ടോ. ടയറൊക്കെ കുഴപ്പമില്ല. രാജകീയ ഐറ്റാണ് മോനെ. പിന്നെ പൊളിയല്ലേ സാധനം? പിന്നല്ലാണ്ട്. വെനിച്ചാ, ആ വാ നമ്മുടെ വണ്ടി കയറി. നോക്കടാ, അടിപൊളി. നോക്കട്ടെ, സ്റ്റാർട്ട് നോക്കി. ആ, ചേർത്തില്ലേ? ഇതിന്റെ അകത്ത് ഇനി നമ്മളൊരു പോണല്ലേ ഉള്ളൂ. ആഹാ, അന്തസ്.